ഖത്തറിലെ ഇറാൻ ആക്രമണത്തെ തുടർന്ന് ദോഹയിലെ വിമാനത്താവളത്തിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് കുടുങ്ങിപ്പോയി എന്ന ഒരു വിവരം രാവിലെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് പുറത്തു വരികയാണ്. ദോഹയിലെ വിമാനത്താവളത്തിൽ കുടുങ്ങിയ ശേഷം അദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഇവിടെ എല്ലാം നോർമലാണ്. നാട്ടിലേക്ക് മടങ്ങാൻ വിമാനത്താവളത്തിൽ എത്തിയതിനു പിന്നാലെയാണ് വ്യോമപാത അടച്ചത്. അരണ്ട വെളിച്ചം മാത്രമാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ ഉള്ളത് എന്ന് ഗോപിനാഥ് മുതുകാട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിമാനങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം നിശ്ചലമാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഇവിടെ എല്ലാം നോർമൽ. കഴിഞ്ഞ ദിവസം രാത്രി കുറച്ചു നേരത്തേക്കുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണം അമേരിക്കൻ ബേസിന് നേരെയായിരുന്നു. അത് ആകാശത്ത് വെച്ച് തന്നെ ഖത്തർ തകർത്തു എന്നാണ് അറിഞ്ഞത്. പിന്നീട് എല്ലാം ശാന്തമായതോടെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോരാൻ അനുവാദം തന്നു. സുഹൃത്ത് ഷംസീർ ഹംസയുടെ വീട്ടിലെത്തി. ഇന്നലെ ക്യാൻസൽ ചെയ്ത ടിക്കറ്റ് ഇന്നത്തേക്ക് ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചും വിളിച്ചും ക്ഷേമം അന്വേഷിച്ചവർക്കെല്ലാം നിറഞ്ഞ സ്നേഹം. മുതുകാട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഖത്തറിലെയും ഇറാഖിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ട് രാവിലെ വന്നിരുന്നു. അമേരിക്കയുടെ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് ഇറാനിയൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ദോഹയിൽ സ്ഫോടന ശബ്ദം കേട്ടതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം അൽ ഉദൈദ് വ്യോമത്താവളം ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തെ ഫലപ്രദമായി തടയാനായി എന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകൾ പ്രതിരോധിച്ചെന്നും സായുധ സേന ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കോ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു. രാജ്യത്തിന്റെ അതിർത്തിയും വ്യോമപാതയും സുരക്ഷിതമാണ് എന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഏതു ഭീഷണി നേരിടാനും ഖത്തറിന്റെ സായുധ സേനകൾ സജ്ജമാണെന്നും അറിയിച്ചു. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഓപ്പറേഷൻ ബഷാറത്ത് അൽഫത്ത് എന്നാണ് പേര് നൽകിയത്. ആക്രമണത്തിന് തൊട്ടുമുൻപ് ഖത്തർ വ്യോമാതിർത്തി അടച്ചിരുന്നു. ഇറാന്റെ ആക്രമണത്തെ അപലപിച്ച് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് മജീദ് അൽ അൻസാരി രംഗത്തെത്തി. ഖത്തറിന്റെ പരമാധികാരത്തിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ലംഘനമാണ് നടന്നതെന്ന് മജീദ് അൽ അൻസാരി പറഞ്ഞു. ആക്രമണത്തിൽ ആളപായമോ പരിക്കോ ഇല്ല. ഇറാൻ നടത്തിയത് UN ചാർട്ടറിന്റെ ലംഘനമാണ്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. ഇതിനായി അടിയന്തരമായ ചർച്ചകളിലേക്ക് കടക്കണമെന്നും മജീദ് അൽ അൻസാരി ആവശ്യപ്പെട്ടു. ഖത്തർ പോലുള്ള ഒരു രാജ്യത്തെ ഇറാൻ ആക്രമിക്കുമ്പോൾ അത് ഖത്തറിലുള്ള മലയാളി പ്രവാസികൾക്കും ഏറെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഖത്തറിൽ മാത്രമല്ല മറ്റു പല ഇടങ്ങളിലും മലയാളി പ്രവാസികൾ ഒരുപാട് പേരുണ്ട്. ശരിക്കും അവരെ ആശങ്കാകുലരാക്കുന്നത് സദ്ദാം ഹുസൈൻ്റെ കാലത്തുണ്ടായ കുവൈറ്റ് യുദ്ധത്തിന് ശേഷം തുടർന്നുണ്ടായ പ്രവാസികളുടെ നാട്ടിൽ വരവ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ ഖത്തറിൽ ആക്രമണം നടത്തിയതിനു ശേഷം UAE അവരുടെ ആക്രമണത്തെ അപലപിച്ചു. അത് പാടില്ലായിരുന്നു, ഖത്തറിനെ തൊടാൻ പാടില്ലായിരുന്നു എന്ന ഒരു താക്കീത് സ്വരത്തിൽ UAE പ്രതികരിച്ച സമയത്ത് ഇറാൻ പറഞ്ഞത് ഖത്തർ സഹോദര രാജ്യമാണ്, ഖത്തറിനെ ഒരു തരത്തിലും ആക്രമിക്കില്ല, ഖത്തറിലുള്ള ജനങ്ങൾക്കൊന്നും ഒരു അപകടവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധഭീഷണി ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകില്ല, മലയാളികളായ പ്രവാസികൾക്ക് സമാധാനിക്കാം എന്ന് തന്നെയാണ് വരുന്ന സൂചനകൾ. പക്ഷേ നിരവധി വിമാന സർവീസുകൾ നിർത്തലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി നാട്ടിൽ വരാൻ കാത്തിരുന്ന പലർക്കും ഉടനെ നാട്ടിലെത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം കാര്യങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിൽ ആകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ മധ്യപൂർവേഷ്യ പോകുന്നതും അതുപോലെ ആ പ്രദേശങ്ങളിലുള്ള ആ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളുടെയും മനസ്സിലുള്ള ഇപ്പോഴത്തെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.